ഓക്കെ സ്റ്റാർട്ടിങ്. ഇത് ചേംബർലൈൻ ആണ്. ചേംബർലൈൻ ടെറിട്ടറി, ചേംബർലൈൻ അറ്റാക്കിങ് എട്ടേക്സും ഡിഫെൻഡിങ് DRV. ഓക്കെ കറക്റ്റ് 11 മണി. ഞാൻ 11 മണി ആക്കിയിട്ടുണ്ട്. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ അവരറ്റാക്കി കളിക്കുന്ന ഒന്നറി അവിടെ ഒന്നങ്ങ് കുത്തിച്ച വണ്ടിയിലോട്ട്. ഓ രോഹൻ രക്ഷപ്പെട്ട്. രോഹൻ എന്ത് രക്ഷപ്പെട്ട്. നമ്മളെ സ്ക്രീനിലല്ലേ കാണുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. അയ്യോ അത് ഫസ്റ്റ് തന്നെ DRVയുടെ കയ്യിൽ നിന്ന് കളി പോയിരുന്നു കേട്ടോ. അവൻ അങ്ങനെ വേണ്ടിയിരുന്നെങ്കിൽ ഫുൾ ഫസ്റ്റ് തന്നെ 8 ഡിഫെൻഡിങ് DRV അറ്റാക്കിങ് ആവേണ്ടി വന്നിരുന്നു തുടങ്ങിയ ടൈമിൽ തന്നെ. ഇവര് നേരം കയറി അടിക്കുവാണല്ലോ. എനിക്ക് തോന്നുന്നു ടെക്സിന്റെ കയ്യിലാണ് ഇപ്പൊ 3 ടർഫുള്ളത് അല്ലേ? ആ 3 ടർഫ് ടെക്സിന്റെ കയ്യിലാ. ചേംബർലൈൻ മാത്രം DRVയുടെ കയ്യില്. അവരെന്താ അടിക്കാത്തത്? മോളിത്തോര് ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ടല്ലേ? നല്ല അടി ഇട്ടുന്നുണ്ടല്ലോ എവിടുന്നോ. സുന്ദറാണ്. നമുക്ക് റിപ്പയർ ആക്കണം. പോണോ? അവനൊക്കെ പോയി. ആ ആർമർ പോയി മേടിച്ചു പിന്നെ. ഓക്കെ 3.5 മിനിറ്റായി തുടങ്ങിയിട്ട്. അടി തുടങ്ങി. ഡൗൺ ഒന്നുമില്ല. ഞാൻ നൈസായിട്ട് വിളിച്ചോണ്ട് ഈ ബൈറ്റ് ആക്കാൻ നോക്കും കേട്ടാ. നൈസായിട്ട് അവരടുത്തോട്ട് പോകും. ബാക്കിൽ വിളിച്ചോടുന്ന് ഇവിടെ കൊടുന്നിട്ട് അടിക്കാനുള്ള പരിപാടി. അതിനാണ് ട്രൈ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. കവർ വെക്കണേ. ഓ ഇവിടെയും കയറിയല്ലേ ടെക്സ്. ജാങ്കോ മറ്റേ അതില്ലടാ 90.
എടോ എന്താ സത്യം പറഞ്ഞ ഞാനത് വിചാരിച്ചതായിരുന്നു എങ്ങാനിഞ്ഞ് അമ്മമാരെ കയ്യിൽ നിന്ന് പൊട്ടോന്ന് കറക്റ്റ് ടൈമിന് നമ്മൾ പൊട്ടി. അയ്യോ ഞാൻ പറയായിരുന്നു നന്നായത് കേട്ടാ. അറിഞ്ഞ പിന്നെ കൊണ്ടുപോയാനെ. അയ്യോ ഞാൻ പറയാൻ വരുന്നു അപ്പത്തിന് വന്നിട്ട് പീഡിയം ചെയ്യല്ലെന്ന് പറയണതാ. ഓപ്പണി ഇറങ്ങിക്കല്ലെന്ന് പറയാം അപ്പൊ അവര്. വീഡിയോ നടത്തുന്ന ഫസ്റ്റ് ഇത് ഞാൻ കണ്ടു. പക്ഷെ അത് വണ്ടിക്കിട്ടടിച്ച് അത് വണ്ടി കിട്ടി അതാ ഇന്റൻഷ്യലി നമുക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും നടന്ന ഇല്ല അവന് വണ്ടിന്ന് ഇറങ്ങിയില്ലല്ലോ. കണ്ടിട്ടില്ല ഏട്ടാ. എന്തിനുണ്ടായിരുന്നോടാ ഞാനില്ല, ഞാനും കണ്ടില്ല. അതാ ഞാൻ ചോദിച്ചത്. നീ എല്ലാം നിന്റെ പുതിയതിലുണ്ടോ? കണ്ടിട്ടില്ല. അവന്മാരുടെ മോളോട്ടോ വിട്ട് ഞാൻ കണ്ട് എത്തിയില്ലേ. അല്ല രണ്ടാമത്തെ പറഞ്ഞി അവരെ മോട്ടിലിരുന്ന് പൊട്ടിയത്. അതിനെ കണ്ടില്ല. രണ്ടെണ്ണവിടെ നിന്ന് കത്തി ഓടി തീയും പിടിച്ചിട്ട്. ഓ ശങ്കരൻകുട്ടിയുടെ ആകുമ്പോ ഫുൾ അടിച്ചു കളഞ്ഞു. കാലിതുണ്ടല്ലോ ഇവിടെ. കാലിത് ഭാഷ ടോർക്ക്. ശങ്കരൻകുട്ടിയുടെ ആകുമ്പോ ഫുൾ അടിച്ചു കളഞ്ഞായിരുന്നു. അത്ര മൊണോട്ടോപ്പ് എവിടെ വന്നല്ല. താഴെ എത്തുന്നില്ല ഏട്ടാ അവിടെ അറിയുന്നത്. ഇവിടെ വരെ എത്തത്തില്ല. അത്ര ഡിസ്റ്റൻസ് എത്തത്തില്ല. അല്ല പിന്നെ ഓടി വന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണം. അങ്ങനെ എത്തുമോ അറിയില്ലട്ടാ. പറയാനില്ല. അതാ ഇനി എങ്ങാണ് അങ്ങനെ ലൂപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ അവര് എല്ലാം അറിയാവുന്ന ഏത്. അല്ല ഇതില് വേറെ കുറെ ഇഷ്ടമുണ്ട്. ഈ ചാടിയൊക്കെ എറിയുമ്പോ വേറെ ട്രിഗർ ആയിട്ട് കൈ സാധനം നീങ്ങി പോവും. അല്ലെങ്കിൽ നിലത്ത് തന്നെ വീഴും. ശരിയാ. വാലയിലുണ്ടല്ലോ ഓടി വന്നിട്ട് ജമ്പ് ചാടിയിട്ട് അതാ അതേപോലെയൊക്കെ എറിയാം. ഇവിടെ അറിഞ്ഞാൽ നിലത്ത് എടുക്കും ചിലപ്പോ. നമ്മളെ ഒന്നും ഇവനൊക്കെ എന്താ സ്പൈഡർമാൻ അവിടെ കേറാൻ വലിഞ്ഞേറാൻ നോക്കുന്നു കുറുമ്പൻ. എവിടെ ഒന്ന് ഇട്ട് നോക്കി ഇതേ കയറിപ്പോയി. മറ്റേ സ്റ്റെപ്പിന്റെ സൈഡിൽ കൂടെ സ്റ്റെപ്പിന്റെ ഇതെല്ലാം കേറിയതാണ്. അല്ലല്ല എന്താ പറയാ അതിന്റെ ഉള്ളിൽ കൂടെ കിഴഞ്ഞു പോയി. ഇവിടെ കയറിയല്ലേ. അതെ ജാങ്കോ അടുത്ത് കയറാൻ പോകുന്നു. വലിഞ്ഞു കയറുന്നുണ്ട് കേട്ടാ. ഓ ഇവരെവിടെ എത്തിയാ? ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടാ. ഇപ്പത്തൊന്നും ആരും ഇൻഫോ ഇല്ല. ഓ ഇവിടെ ഒന്നും അറിഞ്ഞില്ല. ശരിയാ. ഇല്ലല്ല ഇതുവരെ ഇൻഫോ ഇല്ല. കണ്ട് ജാങ്കോ കയറി. അടുത്ത ആളും കൂടെ കേറിയില്ലെങ്കിൽ അടുത്ത ആള് കയറി. ഓ വൺ പിക്ക് ഒരു വിക്ക് എടുത്തിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. എടുത്ത് ഇറങ്ങി. ഓ കവർ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പുറത്തും ആളെ നിർത്തി വരും. ഓ വെളിയിൽ നിന്നെല്ലാം വന്നാലങ്ങ് അടിക്കാം. നീല് കയറി. ഓ സുന്ദർ ഡൗൺ. കേട്ടാ ഹെൽത്ത് കുറച്ച് നീല് ഗിൽഫിയുടെ വാക്കാന്നല്ലോ സെക്കൻഡില്. ധനുഷ് ഡൗൺ. വന്നു അത് ബ്രോക്കലി ഡൗൺ. 4 ഡൗണ്. ഒരു ഗ്യാങ് പോകുന്നില്ല. മോളിന്ന് എത്തും. മോളിന്നാ വേണത്. ഇവരിവിടെ കേറി അടിക്കുന്നു. ജാങ്കോ എന്താ കാലത്തൊക്കെ തുള്ളിച്ചാടി കളിക്കുന്നു. സ്റ്റീഫൻ അവനെ കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ല കേട്ടാ. ശങ്കരൻകുട്ടിനെ കണ്ടിട്ടില്ല. ഓ ജാങ്കോടെ കുറഞ്ഞു. ഓ സ്റ്റാലി ബാക്ക് ചെയ്ത് അടിച്ച്. സ്റ്റാലിന്റെ ലൊക്കേഷൻ സ്പോട്ടായി. ജാങ്കോ ലിഫ്റ്റ്. ഓ സ്റ്റാലിനെ കണ്ട്. ഓ നീല ഡൗൺ. ഇത് പാർക്കോർ യൂസ് ചെയ്യുന്നു. അത് POE ഒക്കെ അടിച്ചിട്ട് പാർക്കോർ ആയില്ലേ. താഴെ ഇരുന്നു. ഓ അങ്ങനെ എന്താ മണ്ടല്ലാതെ പോലെ. നീല ഡൗൺ ആയി. അറിയത്തില്ല. ലാസ്റ്റ് ഒരു 3 പേരെ 5 പേരെ എന്റെ മുമ്പിലുണ്ട്. 7 പേര് ഡൗൺ ആയി. അപ്പൊ ബാക്കി 5 പേര്. 5 പേര് എന്റെ മുമ്പിലുണ്ട്.
ഒരേ fast ഏ. എല്ലാരും പുഷ് ചെയ്യുന്നുണ്ട്. അവര് വളഞ്ഞിരിക്കുന്നു തോന്നുന്നു കേട്ടോ അവിടെ. ഇല്ല വരുന്നേ ഉള്ളു, എല്ലാരും വരുന്നേ ഉള്ളു. ആ അവര് ബാക്ക് ഇറങ്ങി പോകുന്നു. ബാക്കിൽ സ്റ്റാൻലി വന്ന് രോഹനും ഇല്ല ബാക്ക് ഐശ്വരവനതാ വരുന്നത്. തൊട്ട് അകത്തെ പിയോ. അവിടെ രോഹൻ ഇങ്ങോട്ട് കയറിയിരുന്ന ഓക്കെ ബാക്ക് ഓഫ് ചെയ്ത് സ്റ്റാൻലി അവിടെ കൊണ്ടെടുത്തിരിക്കുന്നു. വെടിഷിപ്പ് വന്ന് ബാക്ക് ഓഫ് ചെയ്ത് 5 പേര് എനിക്ക് 5 മൂലക്കായിട്ട് നിൽക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ഉള്ളിൽ ക്യാമ്പ് ചെയ്യോട്ടാ. അകത്ത് നിന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെ ഒരു പിഒ എടുക്കും? ക്യാമ്പ് ചെയ്യാം, ഉള്ളില് ക്യാമ്പിങ്. ഇത് മര്യാദക്ക് ഇത് കിട്ടത്തില്ലല്ലോ, ഫൈറ്റ് കിട്ടത്തില്ല. ഇങ്ങനെ അടി വന്നോടാ. ഈ ഒരു മൂലക്ക് ഞാൻ 2 ബിൽഡിങ്ങിന്റെ വാട എനിക്ക് കിട്ടും. അതാ എനിക്ക് 2 വാട കിട്ടും. പക്ഷെ ഈ സൈഡിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കല്ലുമാത്തുണ്ട്. കല്ലുമത്തന്റെ ബാക്കി വന്ന് നിൽക്കാം, വ്യൂ കറക്റ്റ് വ്യൂ കിട്ടും. ചേട്ടാ ഇതാണ് ബിൽഡിങ്ങിന്റെ അകത്ത് നിന്നുള്ള ഭക്ഷണം. ഇതേ വലിയ ഒരു മോളില് മണ്ട വലിയ റോഹനെ കണ്ട്. വെടിച്ചു പിന്നെ തീയിട്ട് പിന്നെ ഡൗൺ പുറത്തെ അടിച്ചേട്ടാ. അതിന്റെ അകത്തായിരുന്ന വെടിച്ചിരുന്നോ അവര് കയറി അടിച്ചല്ലോ. ഡൗൺ, കല്ലുമാത്തൻ ഡൗൺ, വെടിശിപ്പ് ഡൗൺ. ഉണ്ടല്ലോ ഇപ്പൊ 4 ഡൗൺ ആയിട്ടുള്ളല്ലോ. ശരിയാ, കത്തി ആരല്ലോ നോട്ടെ ഒക്കെ ഉണ്ടായി അതിന്റെ ഇടക്ക് കേട്ടോടെ. സത്യം പെട്ടെന്നായിരുന്നു അവര് ഒരു പിക്ക് എടുത്തിട്ട് ഒരു ബാക്ക് ഇറങ്ങുന്നു, ഒരു വീണ്ടും അടിക്കാൻ നിന്ന്. ആരും കത്തിയതായിട്ടില്ല, എല്ലാം ക്വിറ്റാണ് കാണുന്നത്. ഇല്ല കത്തിയതായിട്ട് ആരും കാണുന്നില്ല. കത്തിയതായിട്ട് ആരെയും കാണുന്നില്ല. എന്തായാലും തീർന്നൂടെ. ഇതിന്റെ ആരും ഇല്ലല്ലോ, നീലൊന്നും കാണുന്നില്ലല്ലോ. അപ്പം കഴിഞ്ഞ് എന്തായാലും ലാസ്റ്റ് എന്തെങ്കിലും ആരും ഒരാളുള്ളൂ. ഇല്ലല്ലോ. 8x അല്ല അവര് കണക്ടിങ് ഒന്നും ഇല്ലല്ലോ. അല്ല ഒന്നുമില്ല, കഴിഞ്ഞ് ജിജി. 4 ടർഫ് ഇപ്പൊ 8xന്റെ അതിലല്ലേ. 4 ടഫ് 8xന്റെ ലൈവ്. അപ്പൊ ജിജി 13 മിനിറ്റ് ടർഫ് കേട്ടാ. അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സന്തോഷം. നേരെ അങ്ങ് അപ്ലോഡ് ചെയ്യാം. കട്ട് ചെയ്യണം. 41 മിനിറ്റ് ഉണ്ട് കഴിഞ്ഞ ടർഫ്. അപ്പോ ജിജി.